ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DI സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഹോ ബുക്സിൽ GST ഫയലിംഗ് റിപ്പോർട്ട്സ് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനെ GST ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സും സമ്മറി ഓഫ് ഇൻവേർഡ് സപ്ലൈ, സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ആൻഡ് GST 3B സമ്മറി റിപ്പോർട്ട്സ്, 3 റിപ്പോർട്ട്സ് ആണ് വേണ്ടത്. ഇതിൽ HSN വൈസ് സമ്മറി ഉണ്ട്, B2B കസ്റ്റമേഴ്സ് ആൻഡ് B2C കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഈ 3 ലിസ്റ്റാണ് നമുക്ക് വേണ്ടത് മെയിൻലി. അപ്പം അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് ടാക്സസിൽ സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ എന്നുള്ളത് ചൂസ് ചെയ്യുക. ഡേറ്റ് റേഞ്ച് സെറ്റ് ചെയ്യണം. പ്രീവിയസ് മന്ത് എന്ന് കൊടുത്തിട്ട് റൺ റിപ്പോർട്ട്സ് കൊടുക്കുക. റിപ്പോർട്ട്സ് എനേബിൾ ആകും. ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ നീഡ്സ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് B2B കസ്റ്റമേഴ്സ് ആണിത്. അതിൽ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ B2B കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും B2B കസ്റ്റമേഴ്സിന്റെ പേര്, GST നമ്പേഴ്സ്, ഇൻവോയ്സ്, എമൗണ്ട്സും എല്ലാം റിഫ്ലക്റ്റ് ആകും. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തത് CSV ഫോമിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് എക്സൽ ഫോമിലായിട്ട് നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടുന്നതാണ്. ഈ ഫോമിൽ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. സൈറ്റിലേക്ക് നമുക്ക് ഈ ഫോമിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യാം. GST സൈറ്റിലേക്ക് ഈ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇനിയും B2C കസ്റ്റമേഴ്സിന്റെ ആണ് ഡീറ്റെയിൽസ് വേണ്ടത്. അത് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ടു കൺസ്യൂമേഴ്സ് എന്നുള്ളൊരു ഹെഡ് ഉണ്ട്. അതിൽ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ ലൈൻ ട്രാൻസാക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്. കാരണം B2B കസ്റ്റമേഴ്സിൻ്റെത് ലിസ്റ്റ് ഔട്ട്സ് ചെയ്തു, പക്ഷെ B2Cയിൽ ഒറ്റ എൻട്രി ആയിട്ടാണ് നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. സൈറ്റിൽ എൻട്രി ചെയ്യുന്നത് ഒറ്റ റേഞ്ച് ആണ്. പക്ഷെ ടാക്സ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ 80% 5% ടാക്സ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇവിടെ 80% മാത്രമേ ടാക്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് സിംഗിൾ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി 5% ഉണ്ടെങ്കിൽ അത് ടാക്സ് റേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലൈനിൽ അത് കാണിക്കും. 2 ലൈൻസ് ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ ടോട്ടൽ എമൗണ്ട്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡേറ്റ് ബേസ് ഡേറ്റ് റേഞ്ചിൽ വേണ്ട, ടോട്ടൽ എമൗണ്ട് ആയിട്ട് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് HSN വൈസ് സമ്മറി റിപ്പോർട്ട്സ് നോക്കാം. സെയിൽസിന്റെ HSN വൈസ് സമ്മറി റിപ്പോർട്ട്സിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ എന്നുണ്ട്. അതിൽ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റംസിന്റെ ലിസ്റ്റ് വരും. എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് കണ്ട് യൂണിറ്റ്സ് ഉണ്ട്, HSN കോഡ് ഉണ്ട്, ഇൻവോയ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ടാക്സ് റേറ്റ്, എമൗണ്ട്സ് എല്ലാം ഡീറ്റെയിൽസും വരും. അത് നമുക്ക് CSV ഫോമിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഔട്ട്വേർഡ് സപ്ലൈയിലെ റിപ്പോർട്ട്സ്. നെക്സ്റ്റ് നമുക്ക് ഇനി ഇൻവേർഡ് സപ്ലൈയിൽ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻവേർഡ് സപ്ലൈയിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആണ് GST 3B ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ടോട്ടൽ എമൗണ്ട് ആണ് വേണ്ടത്. ടോട്ടൽ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് GST സമ്മറി ഓഫ് ഇൻവേർഡ് സപ്ലൈയിൽ കിട്ടുന്നത്. അതിൽ പർച്ചേസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺസ്, നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺസിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ലിസ്റ്റ് ആണ് കിട്ടുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ വെൻഡേഴ്സിന്റെ പേരും GST നമ്പേഴ്സും B2C കസ്റ്റമേഴ്സിന്റെ പോലെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് പർച്ചേസ് ചെയ്താലും അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇനി HSN വൈസ് സമ്മറി റിപ്പോർട്ട് ഉണ്ട്. ഇൻവേർഡ് സപ്ലൈ റിപ്പോർട്ട്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻവേർഡ് സപ്ലൈന്റെ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അതും നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് എക്സൽ ഫോം ആക്കാവുന്നതാണ്. ഓക്കെ, ഈ 2 റിപ്പോർട്ട്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 3B റിപ്പോർട്ട്സ് കിട്ടും. 3B റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പം GST സൈറ്റിന്റെ 3B റിപ്പോർട്ട്സ് എങ്ങനെയാണോ ആ ഡിറ്റോ ഫോമാറ്റ് ആണ് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആകുന്നത്. അതിൽ ടോട്ടൽ എമൗണ്ട് ആണ് കാണിക്കുന്നത്. ഈ ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ എന്നുള്ളതാണ് നമ്മുടെ പർച്ചേസ് വരുന്നത്. ഈ പർച്ചേസിന്റെ സ്പ്ലിറ്റപ്പ് നമുക്ക് സമ്മറി ഓഫ് ഇൻവേർഡ് സപ്ലൈയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് വെച്ച് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻവോയ്സുകൾ കറക്റ്റ് ആണോ എന്ന്, ഈ ടോട്ടൽ എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ഓരോ ബിൽ വൈസ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഇവിടെ ഓൾ അതർ ITC ഉണ്ടെങ്കിൽ ITC റിപ്പോർട്ട്സ് കാണാം. റിവേഴ്സ് ചാർജിൽ ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ഇൻവേർഡ് സപ്ലൈ ലയബിൾ ടു റിവേഴ്സ് ചാർജ് ഉണ്ടെങ്കിൽ റിവേഴ്സ് ചാർജും ഇവിടെ നമുക്ക് 3B റിപ്പോർട്ട്സിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഓക്കെ, അങ്ങനെ നമുക്ക് 2 റിപ്പോർട്ട്സ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സമ്മറി ഓഫ് ഇൻവേർഡ് ആൻഡ് സമ്മറി ഓഫ് ഔട്ട്വേർഡ് റിപ്പോർട്ട്സ്, അതേപോലെ ടോട്ടൽ എമൗണ്ട് GST 3B സമ്മറി റിപ്പോർട്ട്സ് നമുക്ക് GST സൈറ്റിൽ നിന്ന്, സോഹോ ബുക്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.